യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, അതെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്. 4 ജീവികൾ പാടുമവിടെ, ജീവജലനദിയും അവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 83-ാം സങ്കീർത്തനം 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കി കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാർന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണം ആക്കണമേ. അവർ എന്നേക്ക് ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്ക് മീതെ അത്യുന്നതൻ എന്ന് അറിയും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സന്തോഷവും ഉണർവും എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിനായി 85-ാം സങ്കീർത്തനം 6-ാമത്തെ തിരുവചനം. കോരേഹ് പുത്രന്മാർ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നു: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. പ്രിയരെ, യഥാർത്ഥമായ സന്തോഷം ഉള്ളിൽ ഉള്ളവരാണോ നാം? രോഗം പിടിച്ചാലും, ഹല്ലേലൂയ, കഷ്ടതകളാലും തളർന്നാലും, പ്രതിസന്ധികൾ ഹല്ലേലൂയ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നിരുന്നാലും ആത്മാവിൽ പാടുവാൻ കഴിയുക എന്നതാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതലിന്റെ സന്തോഷം. ചിലരെ പുറമേ നോക്കിയാൽ എല്ലാം ഉണ്ട്, എന്നാൽ മറുവശത്ത് യാതൊരു സന്തോഷവും ഇല്ല. ഹോശേയ പ്രവാചകൻ എങ്ങനെ പറഞ്ഞു? ഹോശേയ 7:8. എഫ്രയീം ജാതികളോട് ഇട കലർന്നിരിക്കുന്നു, എഫ്രയീം മറിച്ചിടാത്ത ദോശ ആകുന്നു. ഊണുമേശയിൽ വെച്ചിരിക്കുന്ന ദോശയിലേക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനോഹരമായിരിക്കുന്നു, എന്നാൽ മറിച്ചിട്ടപ്പോൾ പച്ചമാവിന്റെ മണം മാറിയിട്ടില്ല. അതുപോലെ പുറമെ ആത്മീയ ജീവിതത്തെ നോക്കി കാണുമ്പോൾ എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് തോന്നും, എന്നാൽ മറുവശം വളരെ മോശമാണ്. ഒരു സന്തോഷവും ഇല്ല. ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ഉണർവ് 3 കാര്യങ്ങളിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. രക്ഷയുടെ സന്തോഷം. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 51:12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഹല്ലേലൂയ. ദാവീദിന്റെ രാജവസ്ത്രമോ സിംഹാസനമോ കിരീടമോ സന്തോഷം നൽകിയില്ല, എന്നാൽ താൻ ആദ്യം അനുഭവിച്ച രക്ഷയുടെ ആത്മീയ സന്തോഷം തിരികെ കിട്ടിയപ്പോൾ അതായിരുന്നു ദാവീദിന്റെ ഏറ്റവും വലിയ ആനന്ദം. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ് കൊടുക്കുവാൻ ദൈവപുത്രൻ തേജസ് വിട്ട് ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ
പരമയാഗമായി തീർന്നു. ഇത് വിശ്വസിക്കുന്നവരാണ് രക്ഷയുടെ സന്തോഷവും ഉണർവും അനുഭവിക്കുന്നത്. രണ്ടാമതായി വചനത്തിലുള്ള സന്തോഷം. ഹല്ലേലൂയ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് യിരെമ്യാവ് 15:16 കാണുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. വൃക്ഷത്തിന്റെ കൊമ്പുകൾ ചെത്തി വെടിപ്പാക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നതിനാണ്. നാം ഭൗതിക മോഹങ്ങളെ വെട്ടിമാറ്റി വചനത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ 15:2 കാണുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടുമെന്നല്ല പറഞ്ഞത്, വൃക്ഷത്തിന്റെ അടിയിൽ കോടാലി വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല തായ് വേരുകളെയും വെട്ടിമാറ്റണം. ദൈവമക്കൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ആത്മീയ സന്തോഷത്തിനും ഉണർവിനും വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി കഷ്ടതയിൽ സന്തോഷം കണ്ടെത്തണം. കഷ്ടതയിൽ യേശുവിനെ നോക്കുക. അത് നമ്മുടെ കഷ്ടതയുടെ ശക്തിയെ കുറയ്ക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എബ്രായർ 12:2. ക്രൂശിനെ സഹിക്കുന്നവർക്ക് ദൈവം ഒരു സന്തോഷം കരുതി വെച്ചിരിക്കുന്നു. യേശു ക്രൂശിൽ കരങ്ങളിൽ ആണിയടിച്ചു കിടന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കണ്ട ദർശനത്തിൽ ആണിയടിക്കപ്പെട്ട കരങ്ങളിൽ കണ്ടതോ 7 നക്ഷത്രം. തലയിൽ മുൾമുടി അണിഞ്ഞവൻ തലയിൽ രാജമുടി അണിഞ്ഞു. മാർത്ത് കുത്തേറ്റവൻ മാർത്ത് പൊൻകച്ച അണിഞ്ഞും യോഹന്നാൻ കണ്ടു. മുഖത്തെ രോമം പിഴുതെടുത്തതിന് പകരമോ മുഖസൂര്യനെ പോലെ തിളങ്ങുന്നത് യോഹന്നാൻ കണ്ടു. കണ്ണ് കെട്ടി തല്ലിയതിന് പകരം യേശുവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതായി മാറി. യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തതിന് പകരം ഭൂമിയിൽ നിന്നും ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശോഭയേറിയ വസ്ത്രം ലഭിച്ചു. കഷ്ടമേറ്റ യേശു മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ഇരിക്കുന്നതും യോഹന്നാൻ കണ്ടു. നമ്മുടെ കഷ്ടങ്ങളിൽ ദർശിക്കേണ്ടതും ഈ യേശുവിനെയാണ്. ഒരു ദൈവഭക്തൻ ലഭിച്ച രക്ഷയിലും വചനത്തിലും കഷ്ടതയിലും സന്തോഷിക്കുമ്പോൾ ദൈവം ഒരുക്കുന്നതോ നിത്യമായ ആനന്ദമാണ്. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും എന്ന് യെശയ്യാവ് 35:10 കാണുന്നു. ഈ നിത്യമായ ആനന്ദത്തിന് ഓഹരിക്കാരായി തീരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ, അതിനാവശ്യമായ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവം പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ള മുൻ നിയമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം കാണുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയേർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമാധാനങ്ങൾക്കും സന്തോഷങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെപ്പോലെ ഈ പകൽക്കാലം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലേക്ക് ഇഷ്ടമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ
സകലരും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണം അപ്പ. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പ. ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പ. അനുഗ്രഹിക്കും മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.